ആരാ അത്? പ്രേമനോ? നീ എന്താടാ മോനെ അവിടെ നിക്കണേ? കേറി വാടാ. ചെയ്തു പോയ തെറ്റുകൾ പൂർണ്ണമായിട്ടും ബോധ്യമായി. എന്റെ കൂടെ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. മാപ്പ് കൊടുക്കാൻ അമ്മ തയ്യാറാണെങ്കിൽ അകത്തേക്ക് വാ മോളെ. ആ ഒരു കാര്യം മനസ്സിലായി. അച്ഛ വീട്ടിൽ കിടന്ന പട്ടിയുടെ വില പോലും ഉണ്ടാവില്ലെന്ന്. എനിക്കും ഇവിടെ ഒരു പട്ടിയുടെ വില ഉണ്ടാവുമല്ലേ? ഞാൻ വെറുതെ തമാശ പറഞ്ഞല്ലേ. ഞാനൊരു പിശുക്കനാണെന്ന് എല്ലാവരും പറയുന്നേ. ശരിയാ, പിശുക്കൻ തന്നെയാ. ഇത് കണ്ടോ, സർവീസിലിരുന്ന കാലത്ത് ഞാൻ മിച്ചം വെച്ച കാശ. എന്റെ മരണശേഷം ഞാൻ ആർക്കും ഒരു ബാധ്യതയാകാതിരിക്കാൻ എന്റെ ശേഷക്രിയക്ക് വേണ്ടി കരുതിയ പണമാണിത്. ഇതെല്ലാം നീ എടുത്തു. എനിക്ക് നിന്നെ വലിയ ഇഷ്ട. നീ രക്ഷപ്പെടും. ഇത് വെച്ച് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ് നീ തുടങ്ങണം. ഞാനിത് വാങ്ങിച്ചോട്ടെ? വേണ്ട ശേഖരേട്ടാ, പണവും സ്വർണവും കാണുന്നത് തന്നെ എനിക്കിപ്പോ പേടിയാ. കൂടുതലൊന്നും നമുക്ക് വേണ്ട. ജീവിക്കാനുള്ള മാർഗം മാത്രം മതി. അത് നമ്മൾ അധ്വാനിച്ചാൽ ഉണ്ടാകുമല്ലോ. നീ തന്നെയാണോ ഈ പറയുന്നത്? മുത്തശ്ശ, സന്തോഷായി. ഈ സ്നേഹം മാത്രം മതിയെന്നും എനിക്ക്. ഞങ്ങള് നാളെ തന്നെ ഇവിടുന്ന് പോവാ. എങ്ങോട്ട്? എല്ലാം നേർവഴിക്കായില്ലേ? ഇനി നമുക്കൊരു വഴി ഈശ്വരൻ കാണിച്ചു തരും. ഈ അമ്മയെ ഉപേക്ഷിച്ചു പോകാൻ ആരാ പറഞ്ഞത്? എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാമല്ലോ. ഈ മനസ്സിന്റെ ഒരു വാതിലും ഒരിക്കലും അടച്ചിട്ടില്ലല്ലോ. അകന്നു നിൽക്കുമ്പോ സ്നേഹബന്ധത്തിന് ആക്കം കൂടും. നിങ്ങളെല്ലാവരും എന്റെ സ്വന്തമാണെന്ന് കരുതിയ സ്വത്തും പ്രതാപവും ഒക്കെ നഷ്ടമായപ്പോ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഭാര്യയെ കിട്ടി. അഹങ്കാരം ലവലേശമില്ലാതെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നല്ല നേരത്തൊരു ശകുനപ്പഴ വരുന്നുണ്ട്. ടീച്ചറെ, എന്നോട് പൊറുക്കണം. സ്വർഗം പോലുള്ള ഈ വീട്ടിൽ നിന്ന് നിങ്ങളുടെ മകനെ പറിച്ചെടുത്തോണ്ട് പോയപ്പോ നിങ്ങൾക്കുണ്ടായ വേദന ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇന്ന് എനിക്ക് ആരുമില്ല. എന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് എല്ലാരും എന്നെ ഇട്ടേച്ചു പോയി. ഇനി എനിക്ക് മക്കളെന്നോ മരുമക്കളെന്നോ പക്ഷാഭേദം ഉണ്ടാവില്ല. എല്ലാവരും എനിക്ക് മാപ്പ് തന്ന് എന്റെ മക്കളെ എന്റെ കൂടെ അയക്കണം. എന്നെ ഉപേക്ഷിക്കരുത് ടീച്ചറെ. ചെയ്ത കുറ്റം മനസ്സിലാക്കി പ്രായശ്ചിത്തം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പാപപരിഹാരം. നിങ്ങളെ ആരും ഉപേക്ഷിക്കില്ല. ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട്. എനിക്കിനി വയ്യ. നിന്നോടൊപ്പം ഒരു മാസം താമസിച്ചിട്ട് പോകാമെന്നതാ ഞാൻ. നാടകങ്ങളിലേക്കൊക്കെ കൂട്ടുനിന്നിട്ടേ എന്റെ വിസയുടെ കാലാവധി തീരാറായി. എന്റെ മോളെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചു ഇല്ലേ? ശേഖരൻകുട്ടിക്ക് ഇവനെ ആഗ്രഹിച്ച പോലുള്ള ഒരു നല്ല ഭാര്യയെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇവൻ നിർദ്ദേശിച്ച പ്രകാരം എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടി വന്നത്. നിന്നെ നേർവഴിക്ക് കൊണ്ടുവരാനായി എനിക്ക് ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യേണ്ടി വന്നു. നിങ്ങൾ എല്ലാവരും എന്റേതെന്ന് കരുതിയ സ്വത്തുക്കളൊന്നും എന്റേതല്ല കേട്ടോ. എല്ലാം ഈ ശേഖരൻകുട്ടിയുടെ തന്നെയാ. പിന്നൊരു കാര്യം, എല്ലാം തിരിച്ചു കിട്ടിയെന്ന് അറിഞ്ഞപ്പോ വീണ്ടും പഴയതുപോലെ ആവൂ. ദൈവമേ, അടുത്ത കക്ഷി
ഈ പ്രാവശ്യം ഇവള് വഴക്കൂടി വന്നതല്ല. എന്റെ കഷ്ടകാലം ഒക്കെ മാറി. എന്റെ ദൈവമേ നന്ദി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവൾ ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത്. അവിടെ നില്ല്. ഇവരൊരു ബെസ്റ്റ് ശകനമാ. ഇത് കണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയ വിജയം ഉറപ്പാ.